കലോത്സവം റിപ്പോർട്ടിങ് കാര്യങ്ങളൊന്നും പൂർണ്ണമാവില്ല ഒരാളില്ലെങ്കിൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. യെസ്, അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിവ്യ മാമിനെ ഞങ്ങൾ വേദിയിൽ എത്തിച്ചിരിക്കുന്നു. കാരണം കലോത്സവം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് എത്തിയാൽ ദിവ്യ മാമിനെ ഒഴിച്ചു നിർത്തിയിട്ട് ഒരു സംഗതിയില്ല. അത് ഞങ്ങൾക്ക് എന്നല്ല ഒരു ചാനലിനും ഇല്ല എന്നുള്ളതാണ്. കാരണം 2ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് അല്ലേ? യെസ്. അപ്പൊ ദിവ്യ മാം, ഈ കലോത്സവ വേദിയിലേക്കൊക്കെ വരുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ? ഓർമ്മകളേ വരുന്നുള്ളൂ. പറഞ്ഞ പോലെ 2ാം ക്ലാസ് മുതൽ തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് വേദികളും അതിലുള്ള ഒരുപാട് അനുഭവങ്ങളും അതിലുപരിയായിട്ട് ഒരുപാട് വ്യക്തികളുടെ മുഖങ്ങളാണ് ശരിക്കും നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരുന്നത്. നമ്മുടെ കൂടെ മത്സരിച്ച കുട്ടികൾ, അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച പാട്ടായാലും ഇതുപോലെ സംഘഗാനം, സംഘനൃത്തം ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോരോ മാഷുമാർ, ഓരോ ടീച്ചർമാർ, ചില ജഡ്ജസ്, അങ്ങനെ ഒരുപാട് വ്യക്തികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ആ ഒരു കഥ ശരിക്കും എനിക്ക് തോന്നുന്നത്. ഇത് പാട്ട് മാത്രമല്ല, പദ്യപാരായണം, കഥാപ്രസംഗം, സംഘനൃത്തം, അങ്ങനെ പല പല പരിപാടികൾ. ആദ്യത്തെ സ്റ്റേറ്റ് സമ്മാനം കിട്ടുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, സ്റ്റേറ്റ് ലെവലിൽ 10ാം ക്ലാസ്സിൽ എനിക്ക് ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഫസ്റ്റ് ആയിരുന്നു, സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. അല്ലാതെ കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ ശാസ്ത്രീയ സംഗീതം 12ാം ക്ലാസ്സിലുള്ള ഈ കലോത്സവം എല്ലാം അടുത്ത CBSE കലോത്സവത്തിലായിരുന്നു, സ്റ്റേറ്റിൽ പ്രൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സമ്മാനം ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് അത്രയും സമൃദ്ധമായിട്ടുള്ള ദിവസങ്ങളാണ്. സമൃദ്ധം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഇപ്പം സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധിയല്ല. ഇന്നൊരു പക്ഷേ യുവജനോത്സവത്തിന് ചെലവഴിക്കുന്നതിൻ്റെ ഒരു 100-1 പോലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ തലമുറയിൽ ചെലവഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ശരിക്കും അത്രമാത്രം അനുഭവങ്ങൾ കൊണ്ട്, അത്രമാത്രം വ്യക്തികൾ കൊണ്ട്, അത്രമാത്രം സംഭവബഹുലമായിട്ടുള്ള ദിവസങ്ങളായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് അത്ര നിറം ചാർത്തുന്നത് അതിന്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് മാം എന്താ പെർഫോമൻസ് ഇന്നിവിടെ? ഡാൻസ് സ്റ്റെപ്പ് നമുക്ക് അവസാനം അതുണ്ട്. ഓക്കെ, നമുക്ക് ഒരു 2 പേരെ കൂടെ ഒരു 2 സ്റ്റെപ്പ്. യെസ്, പാട്ടിട്ട് വരും. നമുക്ക് എളുപ്പമുള്ള സ്റ്റെപ്പ് കളിച്ചാൽ മതി കേട്ടോ മാം. നമുക്ക് ഇവരെ പിടിച്ചിട്ട് നമുക്ക് എളുപ്പമുള്ള സ്റ്റെപ്പ് വല്ലതും കളിക്കാം. യെസ്, റെഡി? ഇല്ല. റെഡി. സ്റ്റെപ്പ് കളിച്ചോളൂ, ഞങ്ങൾ ജോയിൻ ചെയ്തോളാം. நடுநிசி நேரத்திலே வீட்டு கதவை முட்டி கதவை திறந்தாள் அந்த அகதியை கண்டாள். வேப்பலையை அரைத்து வேப்பலை தண்ணீரை வீட்டு வாசப்படி தளித்து வாடி. நீ திரும்பி வர வைக்கும் நான் எங்கேயும் போக மாட்டேன். കളിച്ച് തിരുവാതിരത്തെ സ്റ്റെപ്പായി പോയി കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ നിങ്ങൾ വന്നതിൽ. പിന്നെ ഭയങ്കര ഭംഗിയായിരുന്നു നിങ്ങളുടെ കോസ്റ്റ്യൂം കാണേ. ഇത് ലെമൺ മാല അല്ലേ? ഈ തിരുവനന്തപുരത്തൊരു ബോഞ്ചിമാല എന്ന് പറയും ഇതിനെ. ബോഞ്ചിമാല. ശരി മാം, വരൂ. ലെമൺ മാല കാണുന്നത്. അപ്പൊ മാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാം, അപ്പൊ എനിക്ക് ചോദിക്കുന്നു, അത് തിരുവാതിരയിൽ പോയി. സോറി, നമുക്ക് തിരുവാതിര വരും. തിരുവാതിര പാട്ടില്ല, തിരുവാതിര പാട്ട് പാടിച്ചേക്കുക ചെയ്താൽ. അതെ, ദിവ്യ മേഡവും ജിൽസിയും രണ്ടുപേരുടെ ഉഗ്രൻ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്.
അയ്യോ, വേറെ ആരും എനിക്ക് ഞാൻ പറഞ്ഞ ഡാൻസ് കളിക്കത്തില്ല. നിമിഷം മുതൽ എന്നെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ. വേറെ കാര്യം ഞാൻ പറയട്ടെ, മാമിനോട് നമ്മൾ ചോദിച്ചു, മാം ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, മാം ഒന്ന് ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതെ, എങ്ങനെ ഇരിക്കും? നന്നായിരിക്കും. ഏത് ആങ്കർ ആയിരുന്നു അറിയാമോ? കൈരളി ടിവിയിൽ ആങ്കർ ആയിരുന്നു പണ്ട്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അവിടെ ഇല്ല, ആ സ്കോപ്പില്ല, ആ സ്കോപ്പില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അല്ല, കോമ്പയറിംഗ് അല്ല, ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്താലെങ്കിൽ എനിക്ക് മാം ഈ സംഘ നൃത്തത്തെ പറ്റി ഒന്ന് ന്യൂസ് റിപ്പോർട്ടിംഗ്, മീഡിയ വൺ വേണ്ടി ഒന്ന് ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? വളരെ മനോഹരമായ ഒരു സംഘ നൃത്തമായിരുന്നു നമ്മൾ കണ്ടത്. ഈ കലോത്സവ വേദിയെ അതിമനോഹരമാക്കി തീർക്കുന്ന നർത്തകികളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള സംഘനൃത്തം ഇവിടെ ബ്രഹ്മാണ്ഡമായി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഘനൃത്ത വേദിയിൽ അതിലെ നർത്തകർ മാത്രമല്ല, സദസ്സും അതുപോലെ തന്നെ ആവേശഭരിതരായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്നു നിന്നാൽ മനസ്സിലാകും. അതിൻ്റെ മധ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആ ആവേശം നിങ്ങൾക്കും ഓരോരുത്തർക്കും പകർന്നു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിശ്രമം ഇന്ന്. എന്റെ മാം അതും ചെയ്തു. നമ്മളീ പണി അയ്യോ, പ്രൊഡ്യൂസർ ഹാപ്പിയാണ്, റിപ്പോർട്ടർമാർ ഹാപ്പിയാണ്. മാം നന്നായി, മാം ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ട് വരാതിരുന്നത് ഞങ്ങളൊക്കെ വീട്ടിലിരുന്നേനെ. അത് മസ്റ്റാണ്. ദിവ്യ മാം വന്നാൽ പാട്ട് മസ്റ്റാണ് നമുക്ക്. എല്ലാം കൂടെ വേണോ നമുക്ക്? നേരത്തെ പറഞ്ഞില്ലേ കവിത വരണമെന്ന്. കവിതയുടെ എല്ലായിടത്തും ലളിതഗാനം, ലളിതഗാനം. ഞാനിപ്പോ ഈ യുവജനോത്സവത്തിൽ പാടിയിട്ടും പങ്കെടുത്തൊക്കെ ഉള്ള ഐറ്റംസ് മാത്രമേ എന്റെ തലയിലുള്ളൂ കേട്ടോ. ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങളുടെ ഈവനിങ് ഇത്രയും കളർഫുൾ ആക്കി. അതേ മാത്രമല്ല ഇത്രയും തിരക്കിന് മാമിന് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ലവ്ലി മീറ്റിംഗ് യു. ഓ താങ്ക് യു മാം. ഇത്രയും തിരക്കിനിടയിൽ വന്നതിൽ വളരെ ഒരുപാട് കാലമായിട്ട് കാണണം. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ഫാനാണ്. ശരി മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.